ആലപ്പുഴയിലെ നിരത്തുകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. ജില്ലയുടെ തെക്ക് കിഴക്കൻ മേഖലകളിൽ തെരുവുനായകളുടെ എണ്ണത്തിൽ അസാധാരണ വർധന ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി തെരുവുനായ ശല്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രശ്നം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന പരാതി. കഴിഞ്ഞ ഒരാഴ്ചയായി ആലപ്പുഴയുടെ നിരത്തുകളിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇവ കൂട്ടമായി തലങ്ങും വിലങ്ങും വിലസുകയാണ്. ഭരണിക്കാവ്, വള്ളിക്കുന്നം, താമരക്കുളം, നൂറനാട്, പാലമേൽ, ചുണക്കര പഞ്ചായത്തുകളിലും മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലുമാണ് തെരുവ് നായശല്യം രൂക്ഷമാകുന്നത്. പട്ടി ഇങ്ങനെ ഞങ്ങളുടെ 4 വശവും നടക്കുക, ആരും അതിനകത്തൊരു ഉത്തരവാദിത്വം എടുക്കുന്നില്ല. ഞങ്ങൾക്ക് കൊള്ളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്തെങ്കിലും പ്രതിവിധി അതിന് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പുറത്ത് പെറ്റി കിടക്കുന്ന പട്ടിയെ 7 കുഞ്ഞുങ്ങളും തള്ളയും കൂടെ കിടക്കുന്ന അതിനെയും കടിച്ചു. 4 മാസത്തിനിടെ 100-ലേറെ പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റത്. ഇന്നലെ മാത്രം 3 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. തെരുവുനായ ആക്രമണത്തെ തുടർന്ന് പേവിഷബാധയേറ്റ് സാവൻ എന്ന കുട്ടി മരിച്ചിട്ട് അധികം നാളായിട്ടില്ല. സാവൻ കൃഷ്ണ എന്ന പിഞ്ചുബാലൻ തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച സംഭവം എന്നിട്ടും അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി തവണ പഞ്ചായത്തുകളിലും അധികാരികളിലുമൊക്കെ ഈ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. വ്യാപാരികൾക്കൊക്കെ തന്നെ ഉപഭോക്താക്കൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ വന്ന് സാധനം മേടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത്രമാത്രം തെരുവുനായ്ക്കളുടെ വർധനമാണ് ഈ പ്രദേശത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭരണിക്കാവ് പഞ്ചായത്തിൽ ഒരു കുടുംബത്തെയും 9 വയസ്സുകാരിയെയും കടിച്ചത് ഒരേ നായ തന്നെയാണ്. ആക്രമണങ്ങൾ തുടർക്കഥയാവുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ മൗനം പാലിക്കുകയാണ്. വള്ളികുന്നം പഞ്ചായത്തിലെ പേപ്പട്ടി ശല്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. പേപ്പട്ടി ഇറങ്ങി മനുഷ്യനെ കടിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വെറ്റിനറി ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പട്ടിയെ പിടിക്കുന്ന ആളുകളെ വരുത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമവും നല്ല ഇടപെടലും നടത്തുകയുണ്ടായി. ആലുമൂട് പരിസര പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ വാർഡിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിനിടയാക്കിയത് തെരുവുനായയുടെ ആക്രമണം മൂലമാണ്. ഈ താമരക്കുളത്തിൻ പ്രദേശത്ത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ 50ഓളം പേർക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സമയത്ത് മാത്രമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് വാക്സിനേഷൻ പോലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അത് ഒരു പൂർണ്ണ വിജയത്തിലെത്താൻ സാധിക്കാറില്ല. അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.